ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അൺബോക്സിങ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഷവമി 14 സിവിയുടെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഷവമി 14 അൾട്ര ഇറങ്ങിയിരുന്നു, അതിൻ്റെ ഒരു മിനി വെർഷനാണ് ഷവമി 14 സിവി എന്ന് ഞാൻ പറയും. കാരണം അതിനകത്തും നല്ലൊരു ക്യാമറ പെർഫോമൻസിൻ്റെ ഒരു ഫോണായിരുന്നു. ഇതും നല്ല ക്യാമറ പെർഫോമൻസ്, ലൈക്കയുടെ ക്യാമറാസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു കേസാണ് കൊടുത്തേക്കുന്നത്. ഈ കേസിനകത്ത് പിന്നെ ഒരു വാണിംഗ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ഗ്ലൂ വെച്ചിട്ടാണല്ലോ ഇത് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ ഒട്ടിച്ച് ഗ്ലൂ ഒന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒട്ടിക്കുന്ന ഒരു സാധനമാണ്. ഇവർ ഇതാണ് ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത്. നല്ല കേസാണ്, ട്രാൻസ്പെറൻറ്റ് കേസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫോണിലോട്ട് കിടക്കാം. ഫോണ് കയ്യിലെടുത്താൽ തന്നെ നല്ലൊരു ഫീലാണ് കൈ കിട്ടുന്നത്. നല്ല കർവ് ഡിസ്പ്ലേ ആണ്, കാണാൻ നല്ലൊരു ലുക്കാണ് ഫോൺ കേട്ടോ. പിന്നെ 2 ക്യാമറാസ് ഉണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും ഒരു സാധാ ക്യാമറയും ഉണ്ട്. അതേപോലെ ബാക്കിലോട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഫോൺ കാഴ്ചവെക്കുന്നതെന്ന് കണ്ടിരുന്നു നമ്മൾ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു സ്ക്രീൻ ഗാർഡ് പോലെ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. നല്ലൊരു കട്ടിയുള്ള സ്ക്രീൻ ഗാർഡ് തന്നെയാണ് ഒട്ടിച്ചേക്കുന്നത്. അത് ഒരു കട്ടിയുള്ള പേപ്പറാണ്, പക്ഷേ അത് നന്നായിട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നല്ല പുതിയ ഫോണായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ ടെമ്പേർഡ് ഗ്ലാസ് ഒന്നും വാങ്ങിക്കാനായിട്ട് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ച് തന്നെ കുറച്ചുകൂടെ യൂസ് ചെയ്യേണ്ടി വരും. നല്ലൊരു ഇത് തന്നെയാണ്. Android 14 വരുന്നത്. ഹൈപ്പർ OS ആണ് ഇതിൻ്റെ OS വരുന്നത്. അപ്പോൾ നമുക്ക് റീജിയനൊക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്ത് സിമ്മ് ഞാൻ ഇട്ടിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഓക്കെ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ വൈഫൈ വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഞാനത് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് വിളിക്കാം. അപ്പോൾ ഇത് 512 GB ആണെങ്കിൽ കൂടിയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 20 GB വരെ നമുക്ക് നമുക്ക് 20 GB നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. 12 GB നിന്ന് വെർച്വൽ റാം ഉണ്ട് ഇതിനകത്ത്. 8 GB റാം, 6 GB റാം അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട് ഇതിനകത്ത്. അത് നമുക്ക് ഡീറ്റെയിൽ റിവ്യൂവിൽ കാണാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഇതിൻ്റെ പെർഫോമൻസ് വൈസ് നല്ലൊരു ഇതാണ്. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഒന്ന് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്തു വിടാറുണ്ട്. ഓക്കെ നല്ലൊരു ക്യാമറയാണ് കേട്ടോ. നല്ലൊരു പെർഫോമൻസ് തന്നെ ഇന്ന് കിട്ടുന്നുണ്ട്. നല്ല കളർ ടോൺ, നല്ല പെർഫെക്റ്റ് കളർ ടോണാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സാച്ചുറേഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കാണുന്ന രീതിയിലുള്ള കളർ ടോൺസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ബോക്സിനകത്ത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് നോക്കാനകത്ത് എന്തൊക്കെയുള്ളതെന്ന്. ഇത് അതിൻ്റെ ഒരു കാറ്റലോഗാണ്. എന്തൊക്കെയാണ് അങ്ങനെയാക്കിയ കാര്യങ്ങളെന്നൊക്കെയുള്ള കാറ്റലോഗാണ്. ഫോൺ പെർഫോമൻസ് വൈസ് നല്ല പെർഫോമൻസ് ആണ്. നല്ല ബാറ്ററി 4700 സംതിങ് ബാറ്ററി ഉണ്ട്. നല്ലൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്കും തരുന്നുണ്ട്. ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തരുന്നുണ്ട്. ഇത് 67 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മേ ബി ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജിങ്, അരമുക്കാൽ മണിക്കൂർ തന്നെ ഫുൾ ചാർജിങ് ആവും. 20 മിനിറ്റ്സ് മതി ഒരു 50% ചാർജ് കയറുമെന്ന് തോന്നുന്നു. ഞാനിത് ചാർജ് ചെയ്ത് നോക്കിയപ്പോൾ. അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം പിന്നീട്. പിന്നെ അതിൻ്റെ ക്യാമറ പെർഫോമൻസ് വന്നിട്ട് നമുക്ക് ഡോക്യുമെൻ്റ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇത് ഓക്കെയാണ്, ക്യാമറ ഓക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതലും ഡോക്യുമെൻ്റ് ടൈപ്പ് ഒന്നും നമുക്ക് അങ്ങനെ എടുക്കുന്നതിൽ ഒത്തിരിയും അവർ ഫോക്കസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അത് മുകളിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലർ ആവുന്നുണ്ട്. അതായത് നടുക്ക് മാത്രമാണ് കുറച്ചുകൂടെ ഫോക്കസ് ആയിരിക്കുന്നത്. കുറച്ച് എന്താ പറയുക, ഒരു ക്യാമറയുടെ ഒരു ഇത് അങ്ങനെ ആയിരിക്കാൻ കൊടുത്തേക്കുന്നത് അൾട്രാ വൈഡ് പോലെ. അപ്പോൾ ഇത് മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് നമ്മളെ പോർട്രേറ്റ് ഫോട്ടോസ്, അങ്ങനെയുള്ള ഹ്യൂമൻ ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുക്കാനാണ് തോന്നുന്നു. ഇത് ഈ ഡോക്യുമെൻ്റ് ടൈപ്പൊക്കെ എടുക്കുമ്പോൾ ചെറിയൊരു ബ്ലറിങ് വരുന്നുണ്ട്. മേ ബി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ മേ ബി അവർ കറക്റ്റ് ചെയ്യുമോ എന്തോ എനിക്കറിയില്ല.
മേ ബി ആ ലൈക്ക് ചെയ്ത ഒരു ക്യാമറ ഡിസൈൻ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ കാണിച്ചു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ക്യാമറ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഫോട്ടോ ഓക്കെ, അത് നന്നായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കണ്ടോ ഇതിൻ്റെ മുകളിലേക്കൊക്കെ കുറച്ച് ബ്ലറിങ്ങുണ്ട്, നടുക്കൊക്കെ നല്ല നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇത്, പക്ഷേ ഞാനിത് കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് ഫോണ്. അപ്പോൾ ഞാനൊരു 10 days ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴത്തേക്കും നല്ല പെർഫോമൻസും ആണ്. കണ്ടേ കുറച്ച് ബ്ലറിങ് ഉണ്ടോ അവിടെയൊക്കെ. അപ്പം അത് നമ്മുടെ ഈ ഒരു ഇതെടുക്കുന്നതിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഡോക്യുമെന്റ് ടൈപ്സ് എടുക്കുന്നതിൽ ചെറിയൊരു ബ്ലറിങ് കാണാനുണ്ട്. ഒരു ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടി പെർഫോമൻസ് ഉണ്ട്. എയുടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു വോയിസിൽ. അപ്പോൾ കാണാം ഗൈസ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്ക് പുതിയ വിശേഷങ്ങളുമായി ഇനിയും കാണാം. താങ്ക് യു.